ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സാഗീസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമുക്ക് പുട്ടുപൊടി കൊണ്ട് ലഡു ഉണ്ടാക്കി നോക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആക്ച്വലി ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. റവ ലഡു കഴിക്കാൻ തോന്നിയിട്ട് റവ ലഡു ഉണ്ടാക്കാനായിട്ട് പോയതാണ്. അബദ്ധവശാൽ റവയ്ക്ക് പകരം പുട്ടുപൊടിയായി. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാനത് കുഞ്ഞിപ്പെണ്ണിന് കൊടുത്തു. കുഞ്ഞിപ്പെണ്ണിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. അവളെനിക്ക് ആദ്യത്തെ ലൈക്കും തരും ചെയ്തു. റവയ്ക്ക് പകരം പുട്ടുപൊടി എടുത്തപ്പോൾ അതെനിക്ക് പണി കിട്ടിയതാണെന്നും കൂടി അറിഞ്ഞപ്പോൾ അത് ആദ്യം വിചാരിച്ചു കളയാമെന്ന്. പക്ഷെ പിന്നെ വിചാരിച്ചു അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കിയാലാന്ന്. എന്നാൽ പിന്നെ വായോ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് പാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലഡു നല്ല ടേസ്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ ലഡു കഴിക്കാൻ എനിക്ക് തോന്നിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സാധാരണ ചായയും കട്ടൻ ചായയും പരിപ്പോടൊക്കെ കഴിക്കാനാണ് തോന്നുക. പക്ഷേ എനിക്ക് തോന്നിയതേ മധുരം കഴിക്കാനാണ്. അങ്ങനെയാണ് ഈ ലഡു ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പുട്ടുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചെറിയ തീയിലാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. റവയുടെ പോലെയല്ല പുട്ടുപൊടി, വളരെ നൈസായിട്ടുള്ള പൊടിയാണ്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ ഇതേ സമയത്താണ് മനസ്സിലായത് ഞാൻ റവയല്ല ഇട്ടത്, പുട്ടുപൊടിയാണെന്നുള്ളത്. കാരണം വളരെ നൈസായിട്ടുള്ള പൊടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം വന്നു നോക്കിയപ്പോൾ സംഭവം കവറ് മാറി പുട്ടുപൊടിയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പുട്ടുപൊടി വെച്ചിട്ട് തന്നെ ഞാൻ ലഡു ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര, ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഉണക്കമുന്തിരി, മത്തങ്ങയുടെ കുരു, ബദാം ചെറുതായിട്ട് പൊടിച്ചത്, അതൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാഷ്നട്ടും വേണമെങ്കിൽ ഇടാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പാൽ ഒഴിക്കാം കേട്ടോ. പാൽ ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, വളരെ കുറേശ്ശെ നമ്മൾ ഒഴിച്ച് അത് മിക്സ് ചെയ്തിട്ട് വേണം സെറ്റാക്കി എടുക്കാനായിട്ട്. റവയുടെ പോലെയല്ല, പുട്ടുപൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അത് കുതിരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ലഡുവിൻ്റെ പോലെ ഉരുളകളാക്കിയിട്ട് എടുക്കാം. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുട്ടുപൊടി കൊണ്ടും നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ ലഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.